ബഹുമാനപ്പെട്ട ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ, ബഹുമാനപ്പെട്ട വിചാരിച്ച മറ്റു വത്സല്യമുള്ള അച്ഛന്മാർ, ബഹുമാനപ്പെട്ട ബോൺസിലമ്മേ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ വലിയ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് കർമ്മലീത്ത കോൺഗ്രിഗേഷനിൽ പുതുവസ്ത്രം, സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം സ്വീകരിച്ച് ആ സഭയിലെ സമൂഹത്തിലെ അംഗങ്ങളാകുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നമ്മളുടെ 7 സഹോദരികൾ ഇവിടെ ആയിരിക്കുന്നത്. അവരുടെ അധ്യാപകരും മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന ഈ പ്രാദേശിക സഭയിൽ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുകയാണല്ലോ. കർമ്മലീത്ത സമർപ്പിത സമൂഹം നൂറ്റാണ്ടുകൾ പരിചയ പാരമ്പര്യമുള്ള കർമ്മല മലയോട് ബന്ധപ്പെട്ട, ഏലിയ പ്രവാചകനോട് ബന്ധപ്പെട്ട വലിയൊരു ആത്മീയ പ്രസ്ഥാനമാണ്. 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മളുടെ പാശ്ചാത്യ ലോകത്തേക്കും ഈ സമർപ്പിത സമൂഹം പടർന്ന് വളരുകയും അങ്ങനെ കർമ്മലീത്ത കോൺഗ്രിഗേഷന്റെ വ്യത്യസ്ത പ്രാദേശിക മാനങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെല്ലാം ഈ സന്യാസിനി സമർപ്പിതര് ഉണ്ട് എന്ന് നമുക്കറിയാം. കർമ്മലമല വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രവാചകന്മാരുടെ ഒരു പ്രൊവിൻഷ്യൽ ഹൗസായിരുന്നു. പ്രവാചകന്മാർ ജെറൂസലം കേന്ദ്രമാക്കി ഉണ്ടായിരുന്നവരെല്ലാം കർമ്മലമലയിലാണ് താമസിച്ചിരുന്നത്. നല്ല പ്രവാചകന്മാരും ബാൽദേവന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകന്മാരും എല്ലാം ആ മലയുടെ പ്രത്യേകത അതായിരുന്നു. അതൊരു റെസിഡൻസ് ഹോമാണ്. ദൈവവചനം ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമായിട്ടുള്ള ഒരു അഭയകേന്ദ്രം പോലെ പ്രവർത്തിച്ച സ്ഥലമാണ് കർമ്മല മല. കർമ്മല ആ എബ്രായ പദം ഖാരം ഏൽ എന്ന 2 ചെറിയ വാക്കുകൾ ഒത്തു ചേർന്ന് രൂപീകരിച്ചതാണ്. ഏൽ എന്ന വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാനിയേൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ദൈവത്തിൻ്റെതാണ് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെയാണ് ഖാരം ഏൽ, ഈ മല ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കൃഷിത്തോട്ടമാണ്, മുന്തിരിത്തോട്ടമാണ്. അവിടെ റിസൈഡിംഗ് ആയിട്ടുള്ളവർ, താമസിക്കുന്നവർ പുഷ്പം പോലെ സൗന്ദര്യം ചൊരിയുന്നവരാണ്. എല്ലാവർക്കും ആകർഷകത്വമുള്ള കാര്യമാണ്. ആ ഒരു അടിസ്ഥാന എബ്രായ മൂലപദ അർത്ഥത്തിൽ നിന്നാണ് കർമ്മലാരാം, കർമ്മല മഠം, കർമ്മലീത്ത മഠം തുടങ്ങിയ പേരുകളൊക്കെ വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രവാചകന്മാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, തിരുവചനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിത ക്രമമാണത്. പൊതുവെ ആ പ്രദേശം ഇസ്രായേലിൽ ഹൈഫ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഹൈഫ എന്ന് പറഞ്ഞാലും എബ്രായ ഭാഷയിൽ അഭയകേന്ദ്രം എന്നാണ് അർത്ഥം. ഖാരം ഏൽ, കർമ്മലമല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹൈഫായും. ദൈവത്തിൽ ആശ്രയിച്ച്
ജീവിക്കുന്നവരുടെ ഒരു വീടായിട്ട് അത് മാറി അല്ലെങ്കിൽ മാറിക്കൊണ്ടിരുന്നു. അവിടെ പണിതിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കർമ്മല മലയോട് ഇസ്രായേലിൽ ബന്ധപ്പെട്ടുള്ള ഒരു ആശ്രമം, കർമ്മലീത്ത സന്യാസിനികൾ താമസിക്കുന്ന ആശ്രമം സ്റ്റെല്ല മാരിസ്, സമുദ്രത്തിൻ്റെ നക്ഷത്രം താരം എന്ന പേരിലാണ് അത് കൊടുത്തിരിക്കുന്നത്. മലയുടെ മുകളിലുള്ള ആശ്രമത്തിന് സ്റ്റെല്ല മാരിസ്, സമുദ്രത്തിൻ്റെ ആഴമുണ്ട് എന്ന അർത്ഥം കൂടെ വരത്തക്ക രീതിയിൽ കർമ്മലമലയിലെ ഈ കന്യകാമഠം സ്റ്റെല്ല മാരിസ് എന്ന് അറിയപ്പെടുകയും അത് ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു പ്രത്യാശയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർമ്മലീത്ത സമർപ്പിത സമൂഹങ്ങൾ എലിയ പ്രവാചകനോട് ബന്ധപ്പെട്ട ഉറവിടങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അത് ആരാധനാക്രമത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എലിയായുടെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാരും ബാൽദേവന്റെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു സാക്രിഫൈസ്, ഒരു ബലിയർപ്പണം, അന്നത്തെ ഭാഷയിൽ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന കുർബാനയുടെ ഒരു ചെറിയ മുന്നാസ്വാദനമാണ്. നമുക്കൊരു കുർബാന അർപ്പിച്ചു കളയാം, നമുക്കൊരു ബലി അർപ്പിച്ചു കളയാം. ആരുടെ ബലിയിലാണ് ദൈവം സംപ്രീതനാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് വലിയൊരു അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമ്മുടെ കുർബാന ടെസ്റ്റുകളൊക്കെ ഒതുക്കുമ്പോൾ അതിലൊരു ചെറിയ 2 ലത്തീൻ വാക്കുകൾ കാണും. ആദ്യ എക്സ്പെരിമെന്റും, പരീക്ഷണാർത്ഥം, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളിലെ ഉപയോഗത്തിന് വേണ്ടി മാത്രം. ഇവിടെ നടന്ന ഒരു ടെസ്റ്റ് കേസും പരീക്ഷണാർത്ഥമുള്ള ഒരു ലിറ്റർജിയായിരുന്നു. അവര് രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവം അതാണ്. ബാൽദേവന്റെ 450 പ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങളൊരു ബലിയർപ്പിക്കാം, നിങ്ങളും എലിയായുടെ കൂട്ടരും ബലിയർപ്പിക്ക്. അവരൊരു മാനദണ്ഡമായിട്ട് വെച്ചത് സ്വർഗത്തിൽ നിന്ന് ദൈവം അഗ്നി ഇറക്കി ഈ ബലി കത്തിച്ച് അത് ചാമ്പലാക്കി സ്വീകരിക്കും എന്നതാണ്. അതായിരുന്നു അവരുടെ പന്തയം, അല്ലെങ്കിൽ ആ ലിറ്റർജിയുടെ ഒരു സുരക്ഷിതത്വമായിട്ട് അവർ കരുതുന്നത് അങ്ങനെയാണ്. ബാലിന്റെ കൂട്ടര് 450 പേരും ഒത്തുചേർന്ന് വലിയ ആഹ്ലാദ ആരവങ്ങള്, ഡാൻസുകള് എല്ലാം നടത്തി. അവരുടെ ബലിപീഠത്തില് അഗ്നി ഇറങ്ങിയില്ല, ഒന്നും സംഭവിച്ചില്ല. എലിയ പ്രവാചകന് നിശബ്ദനായിട്ട് ഒന്നും സംസാരിക്കാതെ ആ ബലിവസ്തുവിന്റെ മുമ്പിൽ അവിടെ ഇരുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷത്തില് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അദ്ദേഹത്തിന്റെ ബലിയെ അഗ്നി ഇറക്കി കത്തിച്ച് ചാമ്പലാക്കി ദൈവം സ്വീകരിച്ചു. അങ്ങനെ ഏലിയ നൽകുന്ന ആരാധനക്രമത്തിന്റെ ആധികാരികത ഈ കർമ്മലീത്ത സമർപ്പിതരുടെ ഒരു അടിസ്ഥാന തത്വമായിരുന്നു. അതിന് പിറകിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, ആബേലും ഖായീനും ബലിയർപ്പിച്ചപ്പോൾ ഖായീന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ദൈവശാസ്ത്രത്തിലൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ഖെയിൻ ലിറ്റർജീസ്. ഖായീന്റെ ബലി, ദൈവം സ്വീകരിക്കാത്ത ബലി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബലി, അത് ദൈവം സ്വീകരിക്കുന്നില്ല. നമ്മളൊരു പരിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ അത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതും ഖെയിൻ ലിറ്റർജീസ് പോലെ, അല്ലെങ്കിൽ ബാൽദേവന്റെ ആരാധനക്രമത്തിന്റെ പക്കലേക്ക് പോവുകയാണ്. കർമ്മലീത്ത സമർപ്പിതരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ ആരാധനക്രമത്തോട്, എലിയ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട ആ ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ദൈവം ഒരു അടിസ്ഥാനപരമായ ആത്മീയ സന്ദേശം കൂടെ നൽകുന്നുണ്ട്. ദൈവത്തെ കണ്ടുപിടിക്കേണ്ടത് വലിയ കൊടുങ്കാറ്റില്, ഭൂമികുലുക്കത്തില്, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഗർജനങ്ങളില് ഒന്നുമല്ല. ദൈവം വരുന്നത് ഇളം കാറ്റായിട്ടാണ്. ദൈവത്തെ നമ്മൾ കാണുകയല്ല,
ദൈവത്തെ നമ്മൾ കേൾക്കുകയാണ്. വോയിസ് ഓഫ് ദ ലോർഡ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എലിയ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ദൈവത്തെ കാണാൻ വേണ്ടിയുള്ള വലിയ വ്യഗ്രത അല്ല നമ്മൾ നടത്തേണ്ടത്, ദൈവത്തെ കേൾക്കാനുള്ള. പ്രവാചകന്മാര് ദൈവത്തെ കേട്ടവരാണ്, ദൈവത്തിൻ്റെ വോയിസ് തിരിച്ചറിഞ്ഞവരാണ്. കർമ്മല സമർപ്പിത സമൂഹത്തിൻ്റെ പാരമ്പര്യവും ഈ ലിസണിങ് ഓഫ് ദ വോയിസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് കർമ്മലീത്താക്കാർ കൂടുതലായിട്ട് കോണ്ടംപ്ലേറ്റീവായിട്ടുള്ള ലൈഫിലേക്ക്, മിണ്ടാമടങ്ങളുടെ സദൃശ സ്വഭാവത്തിലുള്ള ഹൗസുകൾ രൂപീകരിക്കുന്നത്, അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തെ കേൾക്കുന്ന, കാണണം എന്നുള്ള വാശിയിലല്ല. കർമ്മലീത്ത പാരമ്പര്യത്തിൽ, പുരോഹിതന്മാരുടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്. അഥവാ ഇനി ദൈവത്തെ കാണണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. അതാണ് കർമ്മലീത്ത പാരമ്പര്യം. ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് നിങ്ങളെ രൂപീകരിച്ചാൽ മതി. അതല്ല, നമുക്ക് ദൈവത്തെ കാണണം എന്നുള്ള ആ ദൃശ്യവൽക്കരണത്തിൻ്റെ വലിയ ഒരു ഇൻസ്പിരേഷൻ ഉള്ളിലുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയാൽ മതി, ദൈവത്തെ കാണാം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കത് കാണാം. കർമ്മല സമർപ്പിത ജീവിതത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു അടിസ്ഥാന ചിന്തയും അതാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ സുവിശേഷത്തിൽ കന്യകമാരുടെ വിളക്കുമേന്തിയുള്ള യാത്ര നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. സഭയുടെ പിതാക്കന്മാര് ഒരു പ്രതീകം അതിൽ പറഞ്ഞിരിക്കുന്നത്, വിളക്കുകൾ തെളിച്ച് മണവാളനെ എതിരേൽക്കാൻ കഴിഞ്ഞ 5 കന്യകമാര്, സാധിച്ച 5 കന്യകമാര്, 4 സുവിശേഷകന്മാരും വിശുദ്ധ പൗലോസുമാണ്. 4 3 5 അവരാണ് യഥാർത്ഥത്തിൽ ഈശോയാകുന്ന ആ വചനത്തിൻ്റെ വിളക്ക് തെളിച്ചവര്. ഇന്നും അവരുടെ വചനങ്ങളാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അണയാതെ നിൽക്കുന്ന സത്യവിശ്വാസം നമ്മൾ കണ്ടെത്തുന്നത് ഈ സുവിശേഷത്തിലും വിശുദ്ധ പൗലോസിൻ്റെ ഗ്രന്ഥങ്ങളിലുമാണ്. അതുകൊണ്ടാണ് തെളിഞ്ഞു നിൽക്കുന്ന, മണവാളനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ 5 കന്യകകള്, 4 സുവിശേഷങ്ങളും അല്ലെങ്കിൽ 4 സുവിശേഷകന്മാരും വിശുദ്ധ പൗലോസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുമാണ്. അണഞ്ഞുപോയ മറ്റ് 5 കന്യകകള്, അവരും കന്യകകളാണ്. പർത്തേനോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്, സമർപ്പിതരാകണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്, ഒരുപാട് ഹൃദയത്തിൽ ആ ഒരു ചിന്ത കൊണ്ടുനടന്നവരാണ്. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റിയില്ല. ആ 5 കന്യകകളെ പിതാക്കന്മാര് പറയുന്നത് മോശയുടെ 5 ഗ്രന്ഥങ്ങളാണ്. ഉൽപ്പത്തി മുതലുള്ള ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളാണ്. അവിടെയെല്ലാം ദൈവികമായിട്ടുള്ള ഒരു ചിന്ത, ഒരു കന്യകയ്ക്കടുത്ത പരിശുദ്ധി നമുക്ക് വേണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഹൂദന്മാർക്ക് ഇപ്പോഴും ഈശോയെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവിടെ അതിലേക്കുള്ള വലിയൊരു പരിശ്രമം ഉണ്ടെങ്കിലും ആ മോശയുടെ പുസ്തകത്തിനെല്ലാം അർത്ഥം നൽകുന്നത് ഈ പുതിയ നിയമമാണ്, ഈശോയാണെന്ന് അവർക്കിപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ 10 കന്യകകള്, അവർ 10 പേരും ഒരുപാട് പരിശ്രമിച്ചവരാണ്. പക്ഷേ ദൈവികമായ കൃപ ഈശോയിലൂടെയാണ് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണല്ലോ അത്. അതുകൊണ്ട് ആ ഒരു പ്രതീകം, വിളക്കുമായി മണവറയിൽ പ്രവേശിച്ച കന്യകകളുടെ പക്കലാണ് നമ്മളുടെ 7 സഹോദരികൾ ഇപ്പോൾ ഇവിടെയായിരിക്കുന്നത്. അവര് യഥാർത്ഥ വരനെ കണ്ടെത്തി എന്നതാണ് അവരുടെ സംതൃപ്തി. അവർക്കൊരു കുടുംബജീവിതം ഇല്ലാതെ പോയല്ലോ എന്നുള്ളതല്ല, ഒരു കുറവുമില്ലാത്ത യഥാർത്ഥ വരനെ എനിക്ക് കിട്ടി,
അതാണ് ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള ഈ സഭാവസ്ത്രം സ്വീകരിക്കുന്ന സമർപ്പിതരുടെ ഉള്ളിലുള്ള സത്യസന്ധമായ നിലപാടും വിശ്വാസവും. ഞാനൊരു വാക്ക് പുതുവസ്ത്രത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന പ്രാർത്ഥനകളിലെല്ലാം പുതിയ വസ്ത്രം കൊണ്ട് ഇവരെ പൊതിയുകയാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ കാണുന്നത്. പുതുവസ്ത്രം അത് ഉത്ഥാനത്തിന്റെ അടയാളമായിട്ടുള്ളതാണ്. വേദപുസ്തകത്തിൽ നമ്മൾ പല അവസരങ്ങളിൽ പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പോകുന്നവരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള മേലങ്കി നമ്മൾ ഉപേക്ഷിക്കുകയാണ്. പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലായിരുന്നപ്പോൾ ഫറവോന്റെ കാര്യസ്ഥനായ പൊത്തിഫാറിന്റെ വീട്ടിൽ വലിയ നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൊത്തിഫാറിന്റെ ഭാര്യ ജോസഫിനെ ഇഷ്ടപ്പെടുകയും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ കടന്നു വരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ ചിന്ത, അദ്ദേഹം ആ സ്ത്രീ കയറിപ്പിടിച്ച ആ മേൽവസ്ത്രം ഉപേക്ഷിച്ച് പോവുകയാണ്. നമ്മളൊരു പുതുവസ്ത്രം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന വസ്ത്രം എന്താണോ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജോസഫ് സത്യസന്ധനാണെന്ന് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അവിടെ ഒരു സന്യാസമുണ്ട്. അദ്ദേഹം പുതിയ ഒരു വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായ്ക്കും തന്റെ പുറംകുപ്പായം കൂടെ കൊണ്ടുപോകുവാൻ കഴിയാതെ ലോകത്തിൽ അത് ഉപേക്ഷിച്ചു. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷേ സ്വർഗത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മളുടെ ചില പുറംകുപ്പായങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏലിയ പ്രവാചകനും അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഈശോയുടെ പക്കലേക്ക് കടലിൽ കൂടി നീന്തി കയറിയ പത്രോസിനും മേൽവസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നു. കർത്താവിനെ തൊട്ട് അടുത്ത് കാണണമെങ്കിൽ അതുവരെയുള്ള നമ്മളുടെ ജീവിതക്രമങ്ങൾ, നമ്മുടെ മേൽവസ്ത്രം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈശോ തന്നെയും പിതാവിന്റെ പക്കലേക്ക് കയറിയപ്പോൾ, തിരുവുത്ഥാനം സംഭവിച്ചപ്പോൾ ഈശോയും തന്റെ മേലങ്കി ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ആ മേലങ്കിയാണ് പുനരുത്ഥാനത്തിന്റെ ഒരു മഹത്വത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ സമർപ്പിതര് പുതുവസ്ത്രം സ്വീകരിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ അടയാളമായ ആ സഭാവസ്ത്രം സ്വീകരിക്കുമ്പോൾ അവര് ഉപേക്ഷിച്ച് കളയുന്ന വസ്ത്രത്തിന്റെ പ്രാധാന്യമാണ് അവിടെ. അവർ പുതിയ ഒരു ചൈതന്യം ഈശോയിലേക്ക് കടന്നു വരുന്നതിന്, അല്ലെങ്കിൽ ആത്മീയ പ്രാധാന്യമുള്ള ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് വരണമെങ്കിൽ, ഈ പുതുവസ്ത്രം ഞാൻ സ്വീകരിക്കണമെങ്കിൽ ഞാൻ വിട്ടുകളയേണ്ട പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം ഉണ്ട്. അതാണ് വാസ്തവത്തിൽ നമ്മളെ കൂടുതൽ ഈ അവസരത്തിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ട ഘടകം. നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായ ആ സമർപ്പിത ജീവിതവും ആ സഭാ വസ്ത്രവും നമ്മൾ സ്വീകരിക്കുമ്പോൾ വേദപുസ്തകത്തിലുടനീളം കാണുന്ന ഒരു ആത്മീയ ചിന്തയുടെ തുടർച്ചയിൽ നമ്മൾ നിൽക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രമലീറ്റ പല പ്രൊവിൻസിനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ നാളുകളിൽ എല്ലാം പതിറ്റാണ്ടുകളായിട്ട് ഒരു രൂപതയോട് വളരെ അധികം ചേർന്ന് നിന്ന് ബന്ധപ്പെട്ട് ഒന്നിച്ച് ചിന്തിച്ച് രൂപതയെ സഹായിക്കുകയും രൂപതയെ വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമർപ്പിത സമൂഹമാണ്. രൂപതാ കേന്ദ്രത്തിലും അവരുടെ ഏതാനും സമർപ്പിതര് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റ് എല്ലാ രംഗങ്ങളിലും അത് നമ്മളുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിളക്ക് പോലെ അണയാതെ നിൽക്കുന്ന ഒരു വിളക്കായിട്ട് കർമ്മല സമർപ്പിതരുടെ സാന്നിധ്യം നമ്മളുടെ ഇടവകളിലും സ്ഥാപനങ്ങളിലും
രൂപതാ കേന്ദ്രത്തിലും കോളേജുകളിലുമെല്ലാം ഉണ്ട് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലമ്മയും അവരോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ചാവറ പുണ്യവാനോടും എപ്രാസ്യാമ്മയോടും അൽഫോൻസാമ്മയോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.